Hi all, welcome back to my YouTube channel Check in Canada. എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാൻ ഇന്ന് കാനഡ PR ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ കാനഡ പെർമനൻറ്റ് റെസിഡൻറ്റ് ആപ്ലിക്കേഷൻ എങ്ങനെ ഫയൽ ചെയ്യാം എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായി കാനഡയിലേക്ക് എൻ്റർ ചെയ്യാൻ പല പാത്വേസ് ഉണ്ട്. അപ്പോൾ അതിൽ ഒരു പാത്വേ ആണ് ഈ കാനഡ PR അല്ലെങ്കിൽ കാനഡ പെർമനൻറ്റ് റെസിഡൻസ്. അത് കാനഡ പെർമനൻറ്റ് റെസിഡൻസ് എങ്ങനെ ഫയൽ ചെയ്യാം അല്ലെങ്കിൽ കാനഡയിലേക്ക് എങ്ങനെ എൻട്രി എടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ കാനഡ പെർമനൻറ്റ് റെസിഡൻറ്റ് ആപ്ലിക്കേഷൻ, അതായത് കാനഡയിലേക്ക് പെർമനൻ്റ് ആയിട്ട് റിസൈഡ് ചെയ്യാനുള്ള ഒരു അവകാശം, അത് എങ്ങനെയാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു 2015 മുന്നേ കാനഡ പെർമനൻറ്റ് റെസിഡൻറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു പേപ്പർ ആപ്ലിക്കേഷൻ ആയിരുന്നു. കൂടുതലും എല്ലാം പേപ്പർ ആയിട്ട് നമ്മൾ കാനഡയിലേക്ക് കൊറിയർ വഴി അയച്ച് അതിനുശേഷം അതിൻ്റെ കാനഡ വിസ ഓഫീസിൽ നിന്ന് റിപ്ലൈ കിട്ടുന്നതായിരുന്നു ഒരു 2015 മുന്നിൽ ഉള്ളൊരു പ്രോസസ്സ്. പക്ഷേ 2015 ശേഷം, അതായത് 2015 ജനുവരി മുതൽ കാനഡ പെർമനൻറ്റ് റെസിഡൻസ് കാനഡ എക്സ്പ്രസ് എൻട്രി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമായിട്ട് മുന്നോട്ട് വന്നു. അങ്ങനെ എക്സ്പ്രസ് എൻട്രിയിലൂടെയാണ് പിന്നുള്ള, അതായത് 2015 ഇപ്പം ഓൺഗോയിങ് ആയിട്ട് കാനഡ പെർമനൻറ്റ് റെസിഡൻസ് ആപ്ലിക്കേഷൻ വരുന്നത് എക്സ്പ്രസ് എൻട്രിയിലൂടെയാണ്. അപ്പോൾ എക്സ്പ്രസ് എൻട്രി നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, എക്സ്പ്രസ് ആയിട്ട് അല്ലെങ്കിൽ ഫാസ്റ്റായിട്ട് എൻട്രി, കാനഡയിലേക്ക് എൻട്രി ചെയ്യാനുള്ളൊരു പ്രോഗ്രാം എന്ന് തന്നെ നമുക്കതിനെ വിളിക്കാം. അപ്പോൾ എക്സ്പ്രസ് എൻട്രിയിൽ പല ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് ആ നമ്മൾ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ കാനഡയിലേക്ക് വെക്കുന്ന ആപ്ലിക്കേഷനിൽ നമ്മൾ ക്വാളിഫൈഡ് ആണോ, അല്ലെങ്കിൽ നമ്മൾക്ക് എങ്ങനെയാണ് അത് ഫയൽ ചെയ്യുന്നതിന് നമുക്ക് നോക്കുന്നതിന് പല ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ അതിന് മുന്നേ കാനഡ എക്സ്പ്രസ് എൻട്രിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2015 ജനുവരി തൊട്ടാണ് അതിൻ്റെ സ്റ്റാർട്ടിങ്. അപ്പം എന്താണ് എക്സ്പ്രസ് എൻട്രി? അപ്പോൾ എക്സ്പ്രസ് എൻട്രിയിൽ ഫസ്റ്റ് വരുന്നതെന്ന് പറയുന്നത് ഒരു ഓൺലൈൻ പോർട്ടലാണ്. അപ്പോൾ ആ ഓൺലൈൻ പോർട്ടലിലേക്ക് നമ്മളുടെ ഡീറ്റെയിൽസ് എൻകോഡ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്നൊരു പ്രൊഫൈൽ, അത് വെച്ചിട്ടാണ് നമ്മൾ പിന്നീടുള്ള പ്രോസസ്സ് മുഴുവനും. അപ്പോൾ എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ, ആ ഒരു പ്രൊഫൈൽ വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രൊഫൈലിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും നമ്മളുടെ ഫയലിൻ്റെ ഫൈനൽ ഡിസിഷൻ വിസ ഓഫീസർ മേക്ക് ചെയ്യുന്നത്. അപ്പോൾ എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ എന്ന് പറയുന്നത് നമ്മൾ കാനഡ ഗവൺമെൻറ്റിൻ്റെ സൈറ്റിൽ, അതായത് അവരുടെ ഒരു ലിങ്ക് ഉണ്ട്, ആ ലിങ്കിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് നോർമലി ഗവൺമെൻറ്റിൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പല ഓപ്ഷൻസ് അവിടെ കാണാം. അതായത് കാനഡയിലെ പല പാത്വേസിനെ സെഗ്രിഗേറ്റ് ചെയ്തിട്ട് അവർ ഓരോ അക്കൗണ്ട്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു അക്കൗണ്ടായിട്ട് വരും ഈ എക്സ്പ്രസ് എൻട്രി എന്നുള്ളത്. അപ്പോൾ എക്സ്പ്രസ് എൻട്രി എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രൊഫൈൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ആദ്യം വേണ്ടത് ഒരു യൂസർ നെയിം, പാസ്വേഡ്. അത് നമ്മൾ സാധാരണ ഇപ്പം സോഷ്യൽ മീഡിയാസ്, അതായത് ഇപ്പോൾ ഈ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ അങ്ങനെ എന്ത് നമ്മൾ ഉണ്ടാക്കിയാലും ഒരു സാധാരണ ജിമെയിൽ അക്കൗണ്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒരു യൂസർ നെയിമും പാസ്വേഡും വേണം. അതുപോലെ തന്നെ ഇപ്പോൾ പാസ്വേഡ് മറന്ന് പോയാൽ എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ സീക്രട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പം അത് ഇത്രയും മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഗവൺമെൻറ്റിൻ്റെ സൈറ്റിൽ തന്നെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ എക്സ്പ്രസ് എൻട്രി എന്ന് പറയുന്ന ഒരു പ്രൊഫൈൽ, അതിൽ പല ഫാക്ടേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. അതായത് നമ്മളുടെ ഒരു പേഴ്സണൽ ഇൻഫർമേഷൻ തുടങ്ങി നമ്മളുടെ ഏജ്, എഡ്യൂക്കേഷൻ, വർക്ക് എക്സ്പീരിയൻസ്, അതേപോലെ തന്നെ നമ്മളുടെ വർക്ക് ചെയ്തിട്ടുള്ള ഹിസ്റ്ററി, ഒരു 10 ഇയേഴ്സിന് മുന്നേ ഉള്ള ഹിസ്റ്ററി, അതേപോലെ തന്നെ നമ്മൾ എവിടെയൊക്കെ ട്രാവൽ ചെയ്തു എന്നുള്ളത് ഹിസ്റ്ററി, അങ്ങനെ പല ഹിസ്റ്ററീസും അതേപോലെ തന്നെ പല പേഴ്സണൽ ഇൻഫർമേഷനും ഇൻക്ലൂഡ് ചെയ്യുന്നൊരു പ്രൊഫൈലാണ് ഈ എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ എന്ന് പറയുന്നത്. അപ്പം അത് എൻകോഡിങ്ങിൽ വരുന്ന ഡീറ്റെയിൽസ് ആയിരിക്കും. പക്ഷേ നമ്മൾ എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ട ക്വാളിഫിക്കേഷൻ, അതായത് എക്സ്പ്രസ് എൻട്രി ക്രിയേറ്റ് ചെയ്യാൻ ആർക്കാണ് കഴിയുക എന്ന് നമുക്ക് നോക്കാം.
അപ്പോൾ എക്സ്പ്രസ് എൻട്രി ഞാൻ പറഞ്ഞു പല ഫാക്ടേഴ്സിൽ ഡിറ്റർമിൻ ചെയ്യുന്നതാണ് ഈ എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ. ഈ എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ തന്നെ 2 സ്കോറിംഗ് സിസ്റ്റമായിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് ഒന്നാമത്തേന്ന് പറയുന്നത് ഇനീഷ്യൽ സ്കോറിംഗ് സിസ്റ്റം, അതായത് എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്താൽ നിങ്ങൾ ക്വാളിഫൈഡ് ആണോ എന്ന് തീരുമാനിക്കുന്ന ഒരു പോയിന്റ് സിസ്റ്റം. അതുപോലെ തന്നെ അതിൽ നിന്ന് മാറി നമ്മൾ മെയിനായിട്ട് എങ്ങനെ കാനഡയിൽ നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ കിട്ടാം എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു പോയിന്റ് സിസ്റ്റം. അങ്ങനെ 2 പോയിന്റ് സിസ്റ്റം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഈ ഫുൾ എക്സ്പ്രസ് എൻട്രി പ്രോസസ്സ്. അപ്പോൾ ഈ എക്സ്പ്രസ് എൻട്രിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ആദ്യത്തെ കാര്യമാണ് ഏജ്. ഏജ് എന്ന് പറയുന്നത് നമ്മളുടെ ഏജ് കൂടുന്തോറും, അതായത് നമ്മൾക്കിപ്പം ഒരു ഏജ് പറയുകയാണെങ്കിൽ, നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ് തൊട്ടുള്ള ഏജ് പറയുകയാണെങ്കിൽ ഒരു 21 എബവ് ടു മാക്സിമം 30 to 32 അതായിരിക്കും നല്ലൊരു ഏജ് എക്സ്പ്രസ് എൻട്രി അപ്ലൈ ചെയ്യാനായിട്ട്, അത് വിത്ത് വർക്ക് എക്സ്പീരിയൻസ്. അപ്പോൾ ഏജ് വരുന്നുണ്ട്, വർക്ക് എക്സ്പീരിയൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് എത്രയും കൂടുതലാണോ, അതായത് മാസ്റ്റേഴ്സ്, PhD അങ്ങനെ തുടങ്ങി എത്രയും ഹയർ ആയിട്ട് വരുന്നു അത്രയും പോയിൻറ്റ്സ് നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കും. പിന്നെ വരുന്ന മെയിനായിട്ടുള്ള 2 കാര്യങ്ങളാണ് IELTS-ഉം അതുപോലെ തന്നെ നമ്മളുടെ എഡ്യൂക്കേഷനെ വെരിഫൈ ചെയ്യുന്നത്. അതായത് നമ്മളുടെ എഡ്യൂക്കേഷനെ വെരിഫൈ ചെയ്യാനായിട്ട് കാനഡയിൽ പല ഓർഗനൈസേഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഓർഗനൈസേഷൻസ് വെരിഫൈ ചെയ്ത് കിട്ടുന്നതായിരിക്കും നമ്മളുടെ കാനഡയിലെ എഡ്യൂക്കേഷൻ ഇക്വാലൻസി. ഇപ്പം നമ്മളുടെ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന എഡ്യൂക്കേഷൻ ആയിരിക്കണം എന്നില്ല അവിടെ മാച്ച് ആവുന്നത്. അപ്പോൾ അത് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് പല ഓർഗനൈസേഷൻസ് കാനഡയിൽ തന്നെ ഉണ്ട്. അതിൽ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വേൾഡ് എഡ്യൂക്കേഷൻ സർവീസസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പോൾ അവരായിരിക്കും നമ്മളുടെ സ്റ്റഡി അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ഡിഗ്രിയെ ഇവാലുവേറ്റ് ചെയ്ത് കാനഡയിലെ എഡ്യൂക്കേഷനുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് ഇക്വലൻസി എന്ന് തരുന്നത് അവരായിരിക്കും. പിന്നെ നമ്മൾ IELTS-ൻ്റെ കാര്യം പറഞ്ഞു. അത് നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം. 4 പോർഷൻസ് ഉണ്ടാവും: ലിസണിങ്, റൈറ്റിംഗ്, റീഡിംഗ് ആൻഡ് സ്പീക്കിംഗ്. ഇതിലെ സ്കോർ വെച്ചിട്ടായിരിക്കും എക്സ്പ്രസ് എൻട്രിയിൽ നമ്മൾ എൻട്രി ചെയ്യുന്നത്. അതുപോലെ തന്നെ പിന്നെ വരുന്നത് മെയിൻ ആപ്ലിക്കൻറ്റിൻ്റെ IELTS അല്ലാണ്ട്, പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്ന ആളുടെ IELTS അല്ലാതെ കൂടെയുള്ള ആൾ, ഡിപ്പെൻഡൻറ്റ്, അതിപ്പോൾ സ്പൗസാണ് മെയിനായിട്ട് കൗണ്ട് ചെയ്യാറ്. സ്പൗസിൻ്റെ IELTS മസ്റ്റാണെന്ന് പറഞ്ഞാൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ട പോയിൻറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് മസ്റ്റായിട്ട് വരും. അപ്പോൾ സ്പൗസിൻ്റെ IELTS-ഉം ഉണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് വരുന്നൊരു കാര്യമാണ് നിങ്ങൾക്ക് റിലേറ്റീവ് കാനഡയിൽ ഒരു PR-ഓ സിറ്റിസണോ ആണെങ്കിൽ നിങ്ങൾക്ക് പോയിൻറ്റ്സ് ക്ലെയിം ചെയ്യാം. അതായത് എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങളുടെ റിലേറ്റീവ് ഒരു സ്റ്റുഡൻറ്റ് ആയിട്ടാണ് അല്ലെങ്കിൽ കാനഡയിലുള്ളത്, അല്ലെങ്കിൽ ഒരു വിസിറ്റർ ആയിട്ടാണ് കാനഡയിലുള്ളതെങ്കിൽ നമുക്ക് പോയിൻറ്റ്സ് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഫാക്ടേഴ്സാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതായത് ഏജ്, എഡ്യൂക്കേഷൻ, വർക്ക് എക്സ്പീരിയൻസ്, IELTS, പിന്നെ കാനഡ റിലേറ്റഡ്, അതുപോലെ തന്നെ സ്പൗസിൻ്റെ IELTS. അപ്പം ഇത് ഇത്രയും ഡിറ്റർമിൻ ചെയ്തിട്ടാണ് നിങ്ങളുടെ സ്കോറിങ് വരുന്നത്. അതായത് ഞാൻ പറഞ്ഞ ആദ്യത്തെ ഇനിഷ്യൽ സ്കോറിങ്. പിന്നെ വരുന്നതാണ് കോംപ്രിഹെൻസീവ് റാങ്കിങ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് നമ്മളെ കാനഡയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനുള്ള പോയിൻറ്റ്സ് വരുന്നത്. അപ്പോൾ എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യേണ്ട ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. അപ്പോൾ ഈ 2 പോയിൻറ്റ് സിസ്റ്റം ഡിറ്റർമിൻ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ കാനഡ പെർമനൻറ്റ് റെസിഡൻസ് ആപ്ലിക്കേഷനിൽ ഫയൽ ചെയ്യുന്ന ഡീറ്റെയിൽസ്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ഏജ്, എഡ്യൂക്കേഷൻ, വർക്ക് എക്സ്പീരിയൻസ്, IELTS, പിന്നെ കാനഡ റിലേറ്റഡ്, അതുപോലെ തന്നെ സ്പൗസിൻ്റെ IELTS. ഇത് ഇത്രയുമായിരിക്കും ഫാക്ടേഴ്സ് ഡിറ്റർമിൻ ചെയ്യുന്നത്. പിന്നെ IELTS-ൻ്റെ കാര്യം പറഞ്ഞാൽ നിങ്ങളുടെ IELTS-ൻ്റെ സ്കോറ് കൂടുന്തോറും നിങ്ങളുടെ പോയിൻറ്റ്സും കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ആയാലും ഹയർ ആയിരിക്കുന്നതനുസരിച്ച് പോയിൻറ്റ്സ് കൂടിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ ഒരു പ്രൊഫൈലിൽ നിങ്ങളുടെ പോയിൻറ്റ്സ് കുറയാനുള്ള ചാൻസ് വരുന്നത് ഏജിലായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ 21 തൊട്ട്
ഒരു 32 വയസ്സ് വരെ ആയിരിക്കും കൂടുതൽ ചാൻസസ് നിങ്ങൾക്ക് കാനഡയിലേക്ക് PR ആയിട്ട് കിട്ടാൻ. പക്ഷേ നിങ്ങളുടെ ഏജ് കൂടുന്തോറും നിങ്ങളുടെ പോയിൻറ്റ്സ്, ടോട്ടൽ പോയിൻറ്റ്സിനെ അത് വല്ലാതെ അഫക്റ്റ് ചെയ്യും. കാരണം ഓരോ വർഷമാകും തോറും, അതായത് നിങ്ങൾക്ക് ഓരോ വയസ്സ് കൂടുന്തോറും ഓരോരോ പോയിൻറ്റ്സ് വെച്ച് എക്സ്പ്രസ് എൻട്രിയിലെ ഇനിഷ്യൽ അസസ്മെൻറ്റ് പോയിൻറ്റ്സിൽ കുറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ കോംപ്രിഹെൻസീവ് റാങ്കിങ് സിസ്റ്റം, അതായത് കാനഡയിലേക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാനുള്ള ഒരു പോയിൻറ്റ് സിസ്റ്റത്തിലും ഇതേ ക്രൈറ്റീരിയ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഏജിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പോയിൻ്റ് വെച്ചാണ് ഇനിഷ്യൽ അസസ്മെൻറ്റിൽ കുറയുന്നതെങ്കിൽ കോംപ്രിഹെൻസീവ് റാങ്കിങ് സിസ്റ്റം വരുമ്പോൾ അത് 5 പോയിൻറ്റ്സ് വെച്ച് കുറയാം. പിന്നീട് ശ്രദ്ധിക്കാനുള്ള കാര്യം, എക്സ്പ്രസ് എൻട്രി ഫയൽ ചെയ്യുന്ന ആൾ സിംഗിൾ ആണോ അതോ ഫാമിലി ഉള്ള ആളാണോ എന്ന് നോക്കുക. സിംഗിൾ ആണെങ്കിൽ പോയിൻറ്റ്സ് കൂടുതൽ ഹയർ ആയിരിക്കും, സ്പൗസ് ആണെങ്കിൽ കുറച്ച് കുറവായിരിക്കും. അവരുടെ പോയിൻറ്റ് സിസ്റ്റം അങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്തിരിക്കുന്നത്. കാരണം സ്പൗസിനും പോയിൻറ്റ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യാം എന്നുള്ളത് കൊണ്ട് സിംഗിളിൻ്റെ പോയിൻറ്റ്സ് നോർമലി ഹൈ ആയിരിക്കും, പക്ഷേ ഒരു ഫാമിലി ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ പോയിൻറ്റ്സ് കുറച്ച് കൂടുതൽ വരാം. പിന്നെ ഈ പോയിൻറ്റ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, അതായത് ഇനിഷ്യൽ അസസ്മെൻറ്റ്, കോംപ്രിഹെൻസീവ് റാങ്കിങ് സിസ്റ്റം, ഇത് ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു പോയിൻറ്റ് സിസ്റ്റമാണ്. കാരണം നമ്മൾ ഒരു എക്സ്പ്രസ് എൻട്രി ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ ഗവൺമെൻറ്റിൻ്റെ സൈറ്റിൽ പോയി കഴിയുമ്പോൾ ഈ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു പോയിൻറ്റ് സിസ്റ്റത്തിൽ ക്വാളിഫൈ ആയെങ്കിൽ മാത്രമേ നമുക്കൊരു എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ട മിനിമം പോയിൻറ്റ്സ് എന്ന് പറയുന്നത് 67. 100-ൽ 67 പോയിൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഇൻവാലിഡ് എന്ന് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സൂക്ഷിക്കേണ്ട വേറൊരു കാര്യം, IELTSൻ്റെ എക്സ്പയറി ഡേറ്റ്. IELTS നമുക്ക് എല്ലാവർക്കും അറിയാം 2 വർഷം എൻ്റെ വാലിഡിറ്റി ഉള്ളൂ. അപ്പോൾ ഈ ഒരു 2 വർഷം വാലിഡിറ്റി കഴിഞ്ഞ് ഒരു IELTSൻ്റെ സ്കോർ നിങ്ങൾ അതിൽ എൻറ്റർ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ ഇൻവാലിഡ് ആകും. പിന്നെ ഞാൻ പറഞ്ഞു, ഈ എഡ്യൂക്കേഷൻ വെരിഫൈ ചെയ്ത് തരുന്ന ഓർഗനൈസേഷൻ, അവരുടെ സർട്ടിഫിക്കറ്റ്സിന് ശരിക്കും പറഞ്ഞാൽ 5 ഇയറേ വാലിഡിറ്റി ഉള്ളൂ. 5 ഇയർ വാലിഡിറ്റി കഴിഞ്ഞ് ഒരു ഫയൽ നമ്പർ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ വീണ്ടും ഇൻവാലിഡ് ആകും. അങ്ങനെ ഒരു എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ബേസിക് ഡീറ്റെയിൽസ് ആണ് ഞാൻ ഇത്രയും ഇൻക്ലൂഡ് ചെയ്തത്. ഇനി പോയിൻറ്റ് സിസ്റ്റത്തിലേക്ക് കടക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് പറയാനുണ്ട്. കാരണം ഈ പറഞ്ഞ ഫാക്ടേഴ്സിനെ ഡിറ്റർമിൻ ചെയ്തിട്ടാണ് ഓരോന്നിനും ഓരോ പോയിൻറ്റ്സ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇപ്പോൾ അതിനുള്ള ലിങ്ക് ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഡ്രോപ്പ് ചെയ്യാം. പക്ഷേ ഈ ഒരു ലിങ്ക് നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ ഒരു കൺസൾട്ടൻറ്റിൻ്റെ അടുത്ത് നിങ്ങൾ പോവുകയാണെങ്കിൽ, അതായത് അവർ അപ്രൂവ്ഡ് ആയിട്ടുള്ളൊരു റെപ്രസെൻറ്റേറ്റീവ് ആണെങ്കിൽ അവർക്കൊരു സെപ്പറേറ്റ് പോർട്ടൽ ഉണ്ടായിരിക്കും. കാരണം അവർ ശരിക്കും പറഞ്ഞാൽ റെഗുലേറ്റഡ് കനേഡിയൻ ഇമിഗ്രേഷൻ കൺസൾട്ടൻസ് ആണ്. അതായത് RCIC ലൈസൻസ് ഉള്ളവരായിരിക്കും. അപ്പോൾ അവർ ക്രിയേറ്റ് ചെയ്യുന്ന പോർട്ടലും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പോർട്ടലും രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ ലിങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ അതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട 2 പോയിൻറ്റ് സിസ്റ്റം ഉണ്ട്. അത് ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ലിങ്ക് ഞാൻ കൊടുക്കാം, താഴെ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്യാം. ഏത് ലിങ്കിൽ പോയിട്ടാണ് നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഒരു കൺസൾട്ടൻറ്റിൻ്റെ ഹെൽപ്പോടെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കൺസൾട്ടൻറ്റിനെ കണ്ട് അവരുടെ പോർട്ടലിലൂടെയും നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ അവരുടെ പോർട്ടൽ കൂടെ ചെയ്താലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അവരുടേതായ പ്രോസസ്സ് വെച്ചിട്ട് ചെയ്യാം. പക്ഷേ നമ്മളുടെ പോർട്ടൽ എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ നമ്മളുടെ ഡീറ്റെയിൽസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവരുടെ റെപ്രസെൻറ്റേറ്റീവിൻ്റെ പോർട്ടൽ എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ ക്ലയൻറ്റ്സ് ആരൊക്കെ ഉണ്ടോ അവരുടെയൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ യൂസർ നെയിമും പാസ്വേഡും ചിലപ്പോൾ നിങ്ങൾക്ക് അവർ തരണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ലിങ്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അതല്ല ഒരു കൺസൾട്ടൻറ്റിനെ വെച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമുക്ക് കൺസൾട്ടൻ്റ് വഴി തന്നെ ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു
കാനഡ എക്സ്പ്രസ് എൻട്രിയെക്കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ, അതായത് എങ്ങനെ ഒരു സാധാരണ ഒരാൾക്ക് എങ്ങനെ ലോഗിൻ ചെയ്ത് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത്. അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ പോയിൻറ്റ് സിസ്റ്റവും അതുപോലെ തന്നെ എങ്ങനെ നിങ്ങൾക്ക് ക്വാളിഫൈ ആകാം എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഡീറ്റെയിൽസും ഇൻഫർമേഷനും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് എത്തിക്കുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ ഫ്രം ആരതി ലേഖ.